കഥ പ്രകാശദൂരങ്ങൾ. ഇ. സന്തോഷ് കുമാർ. ജെയിംസ്, ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ദാ ഈ റെയിലിന്മേൽ പിടിച്ചു നിന്നിട്ടുണ്ട്. തൂക്കുപാലത്തിൻ്റെ കൈവരിയിൽ അമർത്തിപ്പിടിച്ച് ചെറിയ നീരൊഴുക്കിൻ്റെ ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് കമല പറഞ്ഞു. അത് നീ പുറപ്പെടുമ്പോഴേ പറഞ്ഞു. ജെയിംസ് ചിരിച്ചു. ഓ, എന്നാലും ഇപ്പോൾ നോക്കൂ, കൃത്യമായും ഇവിടെ ഈ ഭാഗത്തു തന്നെയായിരുന്നു ഞാൻ നിന്നത്. ഒന്ന് തൊട്ടതേയുള്ളൂ. എല്ലാം എനിക്ക് ഓർമ്മ വന്നു. അതാണ് അത്ഭുതം. ജെയിംസ്, അന്ന് പക്ഷേ കുറെ കൂടി വെള്ളമുണ്ടായിരുന്നു. അതിൻ്റെ ശബ്ദം ദൂരത്തു നിന്ന് തന്നെ കേൾക്കാമായിരുന്നു. മഴക്കാലം കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ പോകുന്നത്. അക്കാലത്ത് ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നല്ലോ. അതെന്താ, ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ? എൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യമല്ല. ഒരു 5 കൊല്ലമെങ്കിലും മുമ്പല്ലേ കമല വന്നത്. പിന്നെ എങ്ങനെ ഇത്ര കണിശമായി ഇതേ ഭാഗത്തു നിന്ന് എന്നൊക്കെ തറപ്പിച്ചു പറയും? എനിക്ക് കഴിയും ജെയിംസ്. നീ കണ്ണു തുറന്നു വച്ചാലും കാണാത്ത ചിലതൊക്കെ എനിക്ക് കാണാൻ പറ്റും. കണ്ണുകളെക്കുറിച്ച് നീ എപ്പോഴും സംസാരിക്കുന്നു, ജെയിംസ് പറഞ്ഞു. കമല ഉറക്കെ ചിരിച്ചു. കണ്ണുകളെപ്പറ്റി എനിക്ക് സംസാരിക്കുകയെങ്കിലും വേണ്ടേ ജെയിംസ്? പിന്നെ പെട്ടെന്ന് അവൾ നിശബ്ദയായി. വെള്ളത്തിൻ്റെ ഒഴുക്കിനെ കാതോർത്തുകൊണ്ട് നിന്നു. സന്ദർശകരിൽ ആരോ അവരെ കടന്നുപോയി. തൂക്കുപാലത്തിൻ്റെ ഇരുമ്പ് കൈവരികൾ കരഞ്ഞു. ദാ ഇവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഞാൻ. കമല ഓർമ്മിക്കാൻ ശ്രമിച്ചു. സീസണായിരുന്നു. നല്ല തിരക്കുള്ള സമയം. ഞങ്ങളെ മുട്ടിയുരുമ്മിക്കൊണ്ടാണ് ആളുകൾ പോയിരുന്നത്. അപ്പോഴെല്ലാം പാലം ശക്തമായി കുലുങ്ങിക്കൊണ്ടിരുന്നു. ഒന്ന് മുന്നോട്ട് ആഞ്ഞപ്പോൾ ഞാൻ വീഴാൻ പോയി ജെയിംസ്. ഇതാ കൃത്യമായി ഈ ഭാഗത്തു തന്നെയായിരുന്നു അത്. ഭാഗ്യത്തിന് നന്ദൻ പിടിച്ചു. അതാണ്, അയാൾ എപ്പോഴും കൂടെ ഉണ്ടാകും. നന്ദൻ വലിയ കെയർ എടുക്കും. 2. നിനക്ക് ഞാൻ പറഞ്ഞത് വിഷമമായോ? വെലിഞ്ഞ നീരൊഴുക്കിലേക്ക് ക്യാമറ സൂം ചെയ്തുകൊണ്ട് ജെയിംസ് ചോദിച്ചു. വിഷമിക്കാൻ എന്താ ഉണ്ടായത്? ഒന്നുമില്ല. പക്ഷേ ഞാൻ നിൻ്റെ കണ്ണുകളെപ്പറ്റി പറഞ്ഞു. എൻ്റെ കണ്ണുകളെപ്പറ്റി നീ ഒന്നും പറഞ്ഞില്ല. അതാ എൻ്റെ സങ്കടം. കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് കണ്ണുകൾക്ക് എന്താ ഒരു കുഴപ്പം ജെയിംസ്? ഞാനൊരു സ്വകാര്യം പറയട്ടെ. നന്ദൻ എൻ്റെ കണ്ണുകൾ വലിയ ഇഷ്ടമായിരുന്നു. വലിയ കണ്ണുകളാണെന്ന് പറയും എപ്പോഴും. ഒരിക്കൽ അയാൾ എനിക്ക് കണ്ണെഴുതി തന്നിട്ടുണ്ട്. ഈസ് ഇറ്റ്? സത്യം. അപ്പോൾ അയാളൊരു തനി പൈങ്കിളി പാർട്ടിയായിരിക്കണമല്ലോ. എൻ്റെ ജെയിംസ്, ഇഷ്ടമുള്ളവരുടെ കണ്ണെഴുതുന്നത് മോശമാണോ? ഹൂ നോസ്? പക്ഷേ ഞാൻ നിനക്ക് കണ്ണെഴുതി തരുമെന്ന് പ്രതീക്ഷിക്കണ്ട കമല. ജെയിംസ്, പ്ലീസ് ഡോണ്ട് കമ്പയർ. ഓരോരുത്തരും ഡിഫറൻ്റ് അല്ലേ? 3. വെള്ളച്ചാട്ടത്തിനടുത്തായിരുന്നിട്ടും നല്ല ചൂടുണ്ടായിരുന്നു. 4 മണി നേരത്തെ വാടിയ വെയിൽ മണ്ണിൽ ഇലകളുടെ നിഴൽ വിരിച്ചു. അവർ വഴിവാണിഭക്കാരിൽ നിന്നും കക്കരിക്കകൾ ശേഖരിച്ചു കഴിച്ചു. അവ തണുത്തിരുന്നു. കമല കക്കരിക്ക ഒന്ന് കടിച്ച ശേഷം തിരികെ കൊടുത്ത് അത് 4 പകുത്ത് മുളകും ഉപ്പും ചേർത്ത മിശ്രിതം തേച്ചു വാങ്ങി. ജെയിംസിന് ദാഹമുണ്ടായിരുന്നു. അയാൾക്ക് ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. നീ വെള്ളച്ചാട്ടത്തിൻ്റെ പടമെടുത്തോ? കമല ചോദിച്ചു. ജെയിംസ് അലസമായി മൂളി. ക്യാമറ ഒരു അരുമ മൃഗത്തെ പോലെ അയാളുടെ തോളിൽ വിശ്രമിച്ചു. യാത്രയിൽ തിന്നാൻ നന്ദന് ഇങ്ങനെ ചിലതൊക്കെ മതിയായിരുന്നു. കക്കരിക്ക അവസാനിപ്പിച്ചുകൊണ്ട് കമല തുടർന്നു. ചിലപ്പോൾ തോന്നും വല്ലാത്ത പിശുക്കനാണെന്ന്. പക്ഷേ പേടികൊണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്നും കാര്യമായി എന്തെങ്കിലും കഴിച്ചാൽ വയറ് ചതിക്കും എന്ന് എപ്പോഴും പറയും. അതുകൊണ്ട് എന്താ, 1-2 ദിവസം മാറി നിന്നാൽ മതി. ശരീരമാകെ മെലിഞ്ഞ് ഒരു നൂല് പോലെയാകും. ജെയിംസ് അപ്പോഴെന്തോ ചോദിക്കാനായിരുന്നു. പക്ഷെ ചോദിച്ചില്ല. കമല ചിരിച്ചു. നൂല് പോലെ അതെങ്ങനെ നിനക്ക് കാണാൻ പറ്റുമെന്നല്ലേ ജെയിംസിൻ്റെ മനസ്സിൽ വന്നത്? ജെയിംസ് ജാള്യം മറിക്കാൻ ശ്രമിച്ചു. മോനെ, എനിക്ക് നിൻ്റെ മനസ്സ് വായിക്കാൻ അറിയാം. കെട്ടിപ്പിടിക്കുമ്പോഴല്ലേ നമ്മളൊക്കെ അളവെടുക്കുന്നത്, അല്ലേ ജെയിംസ്? എനിക്കൊരു ചായ കുടിക്കണം, ജെയിംസ് പറഞ്ഞു. അപ്പോൾ അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നു. ജെയിംസ് അതെടുത്തില്ല. ജലപാതത്തിന് മുന്നിലുള്ള നടപ്പാതയിലൂടെ പുറത്തെ കവാടത്തിലേക്ക് കുറച്ച് ദൂരമുണ്ടായിരുന്നു. വീതി കുറഞ്ഞ പാത. നടന്നു ക്ഷീണിച്ചപ്പോൾ കമല പാതയ്ക്കരിയിലെ മരബെഞ്ചുകളിലൊന്നിൽ ഇരുന്നു. കുറേ നാളായി ഇങ്ങനെ ഇത്ര ദൂരം നടന്നിട്ട്, അവൾ പറഞ്ഞു. കാലുവല്ലാതെ നോവുന്നു. കമല സാരിയുടെ അറ്റം പതുക്കെ ഉയർത്തി കാൽവണ്ണയിൽ സ്വയം ഒഴിയാൻ തുടങ്ങി. ജെയിംസ് അവളോട് അടുത്തിരുന്നു. അവളെ വിയർപ്പ് മണക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പെൺകുട്ടികൾ ഉറക്കെ സംസാരിച്ചുകൊണ്ട് അവരെ കടന്ന് ജലപാതത്തിൻ്റെ ദിശയിലേക്ക് നീങ്ങി. അവരുടെ ശബ്ദം മാഞ്ഞു പോകുന്നതുവരെ കമല തലകുനിച്ച് കാൽവണ്ണകൾ തടവുന്നത് തുടർന്നു. നീ അവരെ ശ്രദ്ധിച്ചോ? കമല ചോദിച്ചു. ആരെ? ഇപ്പോൾ പോയ ഇല്ലേ ആ കുട്ടികൾ? ഇല്ല. എന്തേ? നുണയാ. നീ പെൺകുട്ടികളെ ശ്രദ്ധിക്കാറേയില്ലേ? അതോ, ഭംഗിയുള്ള കുട്ടികളാണോ? ആവും. അതെന്താ ഉഴപ്പുന്നത്? സുന്ദരികളെ കണ്ടാൽ നോക്കണ്ടേ ജെയിംസ്? അതിപ്പോൾ നിൻ്റെ കൂടെ വന്നിട്ട് ഞാനിനി പെണ്ണുങ്ങളെയൊക്കെ നോക്കിയിരിക്കാനൊക്കുമോ? ജെയിംസ് ചിരിച്ചു. പെണ്ണുങ്ങൾ എന്ന് വേണ്ട, പെൺകുട്ടികൾ. അവർ കുട്ടികളാണ്. ശബ്ദം കേട്ടാലറിയാം. ശരി കമല, എന്നാൽ അങ്ങനെ. നന്ദൻ്റെ കൂടെ വരുമ്പോൾ അതാണൊരു മെച്ചം. അയാൾ അതെല്ലാം എനിക്ക് പറഞ്ഞു തരും. നീയപ്പോൾ കുശുമ്പടിക്കില്ലേ? ജെയിംസ് ചോദിച്ചു. എന്തിന്? ഞാനെന്താ വല്ല കൊച്ചുകുട്ടിയുമാണോ? കമല ചിരിച്ചു.
നോക്ക് ജെയിംസ്, ബാംഗ്ലൂരിലുള്ളപ്പോൾ ഞങ്ങൾ എന്നും വൈകുന്നേരം ഏതെങ്കിലും മാളിന് മുമ്പിൽ പോയി നിൽക്കും. പുതിയ കുട്ടികളെ കാണും, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ. അവരെക്കുറിച്ച് സംസാരിക്കും. നല്ല നേരം പോക്കായിരുന്നു അത്. നീ കളിയാക്കുകയില്ലെങ്കിൽ ഞാനൊരു കുസൃതി പറയാം. നിന്നെ കളിയാക്കാനൊന്നും ഞാനില്ല, നീ വിളഞ്ഞ പുള്ളിയല്ലേ. താങ്ക് യു ജെയിംസ്. പിന്നെന്താ പറയാൻ വന്നത്? ഒരു തമാശ. അതാ ഞാൻ പറഞ്ഞു വന്നത്. അതെ, അങ്ങനെ മാളിന് മുന്നിൽ നിന്നാൽ പുതിയ കുട്ടികൾ വരും. അവരുടെ പിന്നിൽ ജീൻസിന് മുകളിലൂടെ അടിവസ്ത്രങ്ങൾ കാണാമെന്ന് നന്ദൻ പറയുമായിരുന്നു. അതാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു സ്റ്റൈൽ. എന്നിട്ടെന്താ, ഞാൻ അവയെക്കുറിച്ച് പറഞ്ഞു തരൂ എന്ന് നന്ദനോട് പറഞ്ഞു. ഒരു ഈവനിങ് മുഴുവൻ ഞങ്ങൾ അങ്ങനെ ഈ അണ്ടർവെയറുകളുടെ കണക്കെടുത്ത് രസിച്ചു. കമല ചിരിക്കാൻ തുടങ്ങി. കുറച്ച് ചിരിച്ചിരിച്ച് അവൾക്ക് ചുമ വന്നു. നിനക്ക് കുറേശ്ശെ വട്ടുണ്ട് കമല, ജെയിംസ് പറഞ്ഞു. നിനക്ക് മാത്രമല്ല, നിന്റെ മറ്റവനും. എന്നിട്ട് അയാളെങ്ങനെ നിന്നെ പിരിഞ്ഞുപോയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആക്ച്വലി യു ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. കമല അതിനുത്തരം പറഞ്ഞില്ല. സാവധാനം സാരിയുടെ തലപ്പ് വലിച്ചിട്ട് കൈകൾ കെട്ടി വെറുതെ ഇരുന്നു. പിന്നെ കണ്ണുകൾ അടച്ചു. ആ കൺപോളകളുടെ വിളറിയ നഗ്നതയിലേക്ക് ജെയിംസ് അധികനേരം നോക്കിയില്ല. അയാൾ ക്യാമറ എടുത്ത് ഇലകളില്ലാത്തൊരു വൃക്ഷത്തിൻ്റെ ചിത്രമെടുക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഇല പൊഴിഞ്ഞ ചില്ലകൾക്ക് മുകളിൽ 3 പക്ഷികൾ ഇരുന്നിരുന്നു. ജെയിംസിൻ്റെ മൊബൈൽ വീണ്ടും ഒച്ചവെച്ചു. ഇത്തവണയും 1-2 റിങ്ങുകൾക്ക് ശേഷം അയാൾ അത് ഓഫാക്കി. 5 നമുക്ക് പോകാം, കമല പറഞ്ഞു. ആ ഡ്രൈവർ കാത്തിരിഞ്ഞു മുഷിഞ്ഞിട്ടുണ്ടാവും. അതല്ലേ അവരുടെ ജോലി, നമ്മൾ പേ ചെയ്യുന്നില്ലേ. നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? കമല ചോദിച്ചു. പിന്നെയാവാം. എലിസബത്ത് ആയിരുന്നു അല്ലേ? എന്തേ? ഞാൻ ഊഹിച്ചു. അവൾ ഇപ്പോഴും നിന്നെ വിളിക്കുന്നുണ്ടല്ലോ. അവളുടെ ആവശ്യമല്ലേ, വിളിക്കും. എന്താ എത്ര വലിയ ആവശ്യം? കമല ചോദിച്ചു. അതൊന്നുമില്ല. എന്നാലും ഞാൻ അറിഞ്ഞാൽ കുഴപ്പമുണ്ടോ? എന്തു കുഴപ്പം? കുഴപ്പം അവൾക്കല്ലേ. കമല ചിരിച്ചു. ഞാനൊന്ന് ഊഹിക്കട്ടെ. എ വൈൽഡ് ഗസ്. നിന്റെ കയ്യിൽ അവളെ ബാധിക്കുന്ന എന്തോ ഉണ്ട്. ഒരു കത്ത്, ഒരു വാർത്ത, അങ്ങനെ എന്തോ. റൈറ്റ്? നിന്റെ ഊഹമല്ലേ? ശരിയെന്നോ തെറ്റെന്നോ ഞാൻ എന്തിനു പറയണം? അതുതന്നെ നിന്റെ ഉത്തരം. കമല കുറച്ചു നേരം ചിരിച്ചു. പിന്നെ നിശബ്ദയായി. പാടില്ല ജെയിംസ്, കമല പറഞ്ഞു. അവളെ വിട്ടേക്ക്. ജെയിംസ് അതിന് മറുപടി പറഞ്ഞില്ല. സാരമില്ല, കമല അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ഒരു ദേഷ്യത്തിന് എന്തെങ്കിലും ചെയ്താൽ കുറേ കാലം കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. സ്നേഹം പോലെ തന്നെയാണ് വെറുപ്പും. കുറേ കഴിഞ്ഞ് ബോറടിക്കും. ജെയിംസ് മറുപടി പറഞ്ഞില്ല. നോക്കിയപ്പോൾ ചില്ലയിൽ നിന്നും പക്ഷികൾ പറന്നുപോയിരിക്കുന്നു. എന്താ നിന്റെ എക്സിൻ്റെ പേര്? നന്ദൻ. നീ നന്ദനെ വിളിക്കാറുണ്ടോ? പൊടുന്നനെ ഓർമ്മിച്ചുകൊണ്ട് ജെയിംസ് ചോദിച്ചു. സ്വപ്നത്തിൽ. അത് പറഞ്ഞുകൊണ്ട് കമല അയാളുടെ കയ്യിൽ പിടിച്ചു. അവളുടെ കൈകൾക്ക് അസാധാരണമായ തണുപ്പുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഇവിടെ നല്ല സ്ഥലമാണോ ജെയിംസ്? എന്താ ചോദിക്കാൻ? എന്തോ അന്ന് വന്നത്ര ഒരു ഇമ്പം കിട്ടുന്നില്ലെന്ന് തോന്നൽ. കമല, എണീറ്റ് ഈ ബെഞ്ചിൻ്റെ അറ്റത്ത് നിൽക്ക്. അങ്ങനെ കൈ താഴ്ത്തി. യെസ്, നൗ ഐ ക്യാൻ ടേക്ക് എ സ്നാപ്പ്. റൈറ്റ്? ഒന്നുകൂടെ. ഈ പകൽ വെളിച്ചത്തിൽ നീ എന്തിനാ ഫ്ലാഷ് ഇട്ടത്? അതെങ്ങനെ അറിഞ്ഞു? അതറിഞ്ഞു. അതുതന്നെ. നന്ദൻ ഫ്ലാഷ് ഉപയോഗിക്കുകയില്ലായിരുന്നു. ഈ പ്രിഫേർഡ് നാച്ചുറൽ ഡേലൈറ്റ്. ഗേറ്റ് കടന്ന് പാർക്കിംഗ് ഏരിയയിലെ അടുത്തെത്തിയപ്പോൾ റിവേഴ്സ് എടുത്ത് ഡ്രൈവർ അവർക്കടിയിലേക്ക് വന്നു. കാലത്ത് ഹോട്ടലിൽ നിന്നും ഏർപ്പാടാക്കിയ ടാക്സിയായിരുന്നു. മധ്യവയസ്കനായ ഡ്രൈവർ. ഭാര്യ മലയാളിയാണെന്ന് പറഞ്ഞു. മലയാളികളായ യാത്രക്കാരാണെന്നതുകൊണ്ടോ സഹതാപം കൊണ്ട് തന്നെയോ അയാൾ എപ്പോഴും വലിയ പരിഗണന തന്നു. ബുദ്ധക്ഷേത്രത്തിലെത്താൻ 1 മണിക്കൂറിലേറെ എടുത്തു. സന്ധ്യയായി. കഴിഞ്ഞ തവണ നന്ദനോടൊപ്പം വന്നത് കമല ഓർക്കാൻ ശ്രമിച്ചു. അന്ന് ക്ഷേത്രത്തിന് മുന്നിൽ ലാമമാർ തന്നെ നടത്തുന്ന ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു. ഒരു ദിവസം അവിടെ താമസിച്ചു. സന്ധ്യാസമയത്ത് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും തുടങ്ങുന്ന പാതയിലൂടെ ഉൾഗ്രാമങ്ങളിലേക്ക് വെറുതെ നടന്നു. വിജനവും ഏകാന്തവുമായിരുന്നു ആ വഴി. ഇരുട്ടായിരുന്നിട്ടും നന്ദൻ നടത്തം നിർത്തിയില്ല. അഭയാർത്ഥികളുടെ മാത്രം ഗ്രാമമായിരുന്നു അത്. അവരുടെ സ്കൂളും മഠവും വീടുകളും ചെറിയ കച്ചവട സ്ഥാപനങ്ങളും മാത്രം. പിന്നെ ചോളവയലുകൾ. എല്ലാം നന്ദൻ വിശദീകരിച്ചു കൊണ്ടിരുന്നു. മടങ്ങി വരുമ്പോൾ പാതയോരത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും അവർ ചായ കഴിച്ചു. അഭയാർത്ഥികൾ നടത്തുന്ന റെസ്റ്റോറൻറ്റ്. ചെറുപ്പക്കാരനായിരുന്നു അതിൻ്റെ ഉടമ. അയാൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്നതാണ്. മാതൃദേശം അയാളുടെ കേട്ടുകേൾവിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദൻ അത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുമായിരുന്നു. നമുക്കിവിടെ ലാമമാരുടെ ഹോട്ടലിൽ താമസിച്ചാൽ മതിയായിരുന്നു, കമല പറഞ്ഞു. ഈ ഹോട്ടലിൽ ചിലപ്പോൾ വെള്ളവും കറണ്ടുമൊന്നും കാണില്ല മാഡം, ഡ്രൈവർ മുറിഞ്ഞ മലയാളം പറഞ്ഞു. അതിന് കമലയ്ക്ക് എന്തിനാ കറണ്ടല്ലേ, ജെയിംസ് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് നിർത്തി. ശരിയാ, കമല ചിരിച്ചു. നമുക്ക് എന്തിനാ എപ്പോഴും കറണ്ട്? പണ്ടുള്ള ആളുകൾ അതില്ലാതെയും ജീവിച്ചിട്ടില്ലേ? അപ്പോൾ അവരുടെ നേർക്കൊരു യാചകൻ വന്ന് കൈനീട്ടി. കാഴ്ചയില്ലെന്ന് കരഞ്ഞു. ജെയിംസ് പേഴ്സിൽ നിന്നും ഒരു ചില്ലറയെടുത്ത് അയാൾക്ക് കൊടുത്തു. എന്താ ജെയിംസ്, നീ ഭിക്ഷ കൊടുത്തോ? പാവം, കണ്ണു കാണാത്ത ആളല്ലേ, അയാൾ പറഞ്ഞു. കണ്ണു കാണാത്തത് കൊണ്ടാണോ അയാൾ പാവമായത്? അല്ലേ? അല്ല. ഞാൻ പാവമാണോ നിന്റെ കണക്കിൽ? നെവർ. അപ്പോൾ പിന്നെ കണ്ണു കാണാത്തത് കൊണ്ട് മാത്രം ഭിക്ഷ കൊടുക്കണോ? ജെയിംസ് ഒന്നും പറഞ്ഞില്ല. ദൂരെ ബുദ്ധക്ഷേത്രത്തിൻ്റെ സ്വർണ്ണ നിറമുള്ള കവാടവും ഉജ്ജ്വലമായ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന സൂര്യചക്രവും അയാൾ കണ്ടു. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താലോ എന്ന് അയാൾ ആലോചിച്ചു.
ഒരാൾക്ക് കണ്ണ് കാണില്ല, അത്ര തന്നെ. കമല തുടർന്നു. എന്തെല്ലാം കുറവുകൾ ഓരോരുത്തർക്കും ഉണ്ടാവും, അതിനൊക്കെ ഭിക്ഷ കൊടുക്കുകയാണ് വേണ്ടത്. കണ്ണു കാണാത്തത് കൊണ്ട് അയാൾക്കൊരു തരക്കേടുമില്ല. ഓ കമല, നിന്റെ ഒരു ഫിലോസഫി. അതോ ആ ചങ്ങാതിയുടേയോ? നന്ദൻ ആർക്കും ഭിക്ഷ കൊടുക്കാറില്ല. ഇറ്റ് വാസ് ഹിസ് പോളിസി. നീ കൊടുക്കണ്ട, തീർന്നില്ലേ? ജെയിംസ് പറഞ്ഞു. 7. ക്ഷേത്രത്തിൽ അകത്തെ ഹാളിലെ നിലത്ത് കമല കുറെ നേരം നിശബ്ദയായിരുന്നു. പ്രാർത്ഥനയിൽ എന്നതുപോലെ മൗനം നിഗൂഢമായൊരു മന്ത്രം പോലെ ചുറ്റും മുഴങ്ങുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. അവർ ഒരു ഹോം സ്റ്റേ ആണ് താമസിക്കാൻ പോയത്. 2 ദിവസം മുമ്പ് ജെയിംസ് നെറ്റിൽ തിരഞ്ഞ് കണ്ടെത്തിയതായിരുന്നു അത്. ഇരുനിലയിലുള്ള വീട്, മുകളിൽ അതിഥികൾ, താഴെ പെൻഷൻ പറ്റിയ ദമ്പതിമാർ. മക്കൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു. ഒരു കൂട്ടെങ്കിലും ആവുമല്ലോ എന്ന് കരുതി. സീസൺ ഇല്ലാതിരുന്നതുകൊണ്ട് വാടക താരതമ്യേന കുറവായിരുന്നു. അവർക്കൊപ്പം തന്നെയാണ് ഭക്ഷണം ഒരുക്കിയിരുന്നത്. അവർ നമ്മളെ കപ്പിളായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ ജെയിംസ് പറഞ്ഞു, നിനക്ക് തിരുത്താമായിരുന്നില്ലേ? അവർ ഇറക്കി വിട്ടാലോ? ഈ രാത്രിയിൽ നമ്മൾ എങ്ങോട്ട് പോകും? പിന്നെ ഭാര്യയെ നന്നായി കെയർ ചെയ്യണമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ബാൽക്കണിയിൽ റെയിലിന് നീളം കുറവാണ്, ഒറ്റയ്ക്ക് വിടരുതെന്ന്. ഞാൻ മുറി വിട്ട് പുറത്തു പോകുന്നില്ല, അതും നീ പേടിക്കണ്ട. ഇപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ ഒരു ഹീറോയാ, ജെയിംസ് പറഞ്ഞു. അതെ അതെ, പാവം ബ്ലൈൻഡിന് ജീവിതം കൊടുത്തിരിക്കുകയല്ലേ, കമല ചിരിച്ചു. കിടക്കുന്നതിന് മുമ്പ് ജെയിംസിന് വീണ്ടും ഫോൺ വന്നു. അയാൾ നമ്പർ നോക്കാതെ തന്നെ കോൾ കട്ട് ചെയ്ത് സൈലന്റ് മോഡിലേക്ക് മാറ്റി. കമല ബുദ്ധക്ഷേത്രത്തെക്കുറിച്ചാണ് ആലോചിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ പകൽ മിക്കവാറും അവിടെയായിരുന്നു. ക്ഷേത്രവളപ്പിൽ ചുറ്റിക്കറങ്ങി. ഹാളിലെ തിബറ്റൻ തങ്കകൾ, ചുവരിലെ മന്ത്രാക്ഷരങ്ങൾ എല്ലാം നന്ദൻ വിശദീകരിച്ചു. ഇടയ്ക്കിടെ ലാമമാർ മണിമുട്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ശബ്ദം. ഒരു ബോർഡിൽ നിന്നും ഭിക്ഷു പരമ്പരയെക്കുറിച്ച് നന്ദൻ ഉറക്കെ വായിച്ചു. പിന്നെ പ്രാർത്ഥനാമുറിയിൽ മൗനമായി വളരെ നേരം ഇരുന്നു. ഓർമ്മകൾ വന്ന് കമലയെ മൂടി. അവൾ പതുക്കെ കണ്ണുകളടച്ചു. അല്ല, നീ ഉറങ്ങിയോ? നെറ്റിയിൽ അയാളുടെ കൈത്തലത്തിൻ്റെ സ്പർശത്തിൽ കമല കണ്ണുകൾ തുറന്നു. കുറിയ പരുക്കൻ കൈകൾ, നനുത്ത രോമങ്ങൾ. ജെയിംസ്, നീ മദ്യപിച്ചിട്ടുണ്ട് അല്ലേ? ഒരെണ്ണം, ജെയിംസ് പറഞ്ഞു ഒരു ധൈര്യത്തിന്. എനിക്കിഷ്ടമല്ല അത്, കമല പറഞ്ഞു. കുടിച്ചാലൊന്നും ശരിയായില്ല. വെറുതെ. എലിസബത്ത് അങ്ങനെയല്ല. ചിലപ്പോൾ ഞങ്ങൾ കമ്പനി കൂടും. എന്തോ കുടിക്കുന്നതിനല്ല, കുടിച്ചാൽ പിന്നെ കൂടെ കിടക്കുന്നത് മദ്യമാണെന്ന് എനിക്ക് തോന്നും. ബെഡ്റൂമിൽ മറ്റൊരാൾ വന്ന് നിൽക്കുന്നത് പോലെ ഒരു ഫീലിംഗ്. സാരമില്ല, ജെയിംസ് അവളെ ചേർത്ത് പിടിച്ചു. ഇത്രയും ശക്തിയിൽ മുറുക്കി പിടിക്കരുത് ജെയിംസ്, എനിക്ക് വേദനിക്കും. അയാൾ ആവേശത്തിലായിരുന്നു. അയാൾ കഴുത്തിലമർത്തിയപ്പോൾ കമല ശ്വാസം കിട്ടാതെ ഒന്ന് ചുമച്ചു. അവൾ ചുമച്ചത് ജെയിംസിന് ഇഷ്ടമായില്ല. അയാൾ അവളുടെ ശരീരത്തിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അതിലെ ജലപാതങ്ങൾ, സരസ്സുകൾ, നിമ്നോന്നതങ്ങൾ. കവിളിൽ ഉമ്മവയ്ക്കാൻ ആഞ്ഞപ്പോൾ അവൾ മുഖം പിൻവലിച്ചു. കള്ളു നടന്നു. കമല പറഞ്ഞു. ജെയിംസ് പതുക്കെ മുഖം പിൻവലിച്ചു. നീ കോപ്പറേറ്റ് ചെയ്യുന്നില്ല കമല, അയാൾ പറഞ്ഞു. ഇതിനാണോ നമ്മൾ ഇത്ര ദൂരം വന്നത്? സാന്ത്വനിപ്പിക്കാനെന്നോണം അവൾ അയാളെ പുണർന്നു. വൈകുന്നേരം വെള്ളച്ചാട്ടത്തിനടുത്തുള്ള പാതയിൽ വെച്ച് അവളുടെ കൈകൾ സ്പർശിച്ചപ്പോഴുണ്ടായ തണുപ്പ് പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. എലിസബത്ത് വീണ്ടും വിളിച്ചു അല്ലേ? കമല ചോദിച്ചു. ഷീ ഈസ് മാഡ്, ജെയിംസ് പറഞ്ഞു. പോട്ടെ ജെയിംസ്, എന്തിനാ വാശി? കുറേ കാലം നിൻ്റെ ഒപ്പം നടന്നതല്ലേ? ഷിറ്റ്. ജെയിംസ് കരവിലയത്തിൽ നിന്നും കമലയെ എടുത്തു മാറ്റി. അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, എനിക്കറിയാം. അതുപോലെ എക്കാലവും ഒരാളെ തന്നെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഓ, അങ്ങനെ ഒരു കാലത്തും ഞാൻ അവളെ ഇഷ്ടപ്പെടാനൊന്നും പോയിട്ടില്ല. ഷീ വാസ് സച്ച് എ ബിച്ച്. 9. ജെയിംസ് ഒരു സിഗരറ്റ് വലിച്ചു. പാതിയിലെത്തിയപ്പോൾ അത് കെടുത്തിക്കളഞ്ഞ് ശ്രമത്തിനെന്നോണം അവളുടെ കൈകളിൽ തടവി. തോളിന് താഴെ വലതു കൈമുട്ടിന് മുകളിലായി എന്തോ തടയുന്നത് പോലെ അപ്പോൾ അയാൾക്ക് തോന്നി. എന്താ ഇവിടെ? ഓ അതോ, ഒരു സ്റ്റീൽ റോഡ്. എന്തുപറ്റി? ഒരു ആക്സിഡൻറ്റ്. അത് സാരമില്ല, കമല സ്വയം തൊട്ടു നോക്കി. അതുകൊണ്ടാണ് നിന്നോട് പതുക്കെ പിടിക്കണമെന്ന് പറഞ്ഞത്. കാലം കുറച്ചായെങ്കിലും ഇപ്പോഴും വേദനിക്കുന്നുണ്ട്. എപ്പോൾ ഉണ്ടായി? കുറച്ചായി, കമല അലസമായി പറഞ്ഞു. എടുത്തു മാറ്റാറായില്ലേ അത്? ആയെന്ന് തോന്നുന്നു, പക്ഷെ വേണ്ട, അതൊരു ഓർമ്മയല്ലേ ജെയിംസ്, അവിടെ കിടന്നോട്ടെ. ജെയിംസ് അവളുടെ നിശാവസ്ത്രത്തിൻ്റെ ഹുക്കുകൾ ഊരി. അവർ വെളിച്ചത്തിൽ തന്നെ നഗ്നരായി. കമല ജെയിംസിൻ്റെ നെറ്റിയിൽ പതുക്കെ ചുംബിച്ചു. പിന്നെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എൻ്റെ മാറിലേക്ക് നോക്കൂ, ക്ഷണിക്കുന്നത് പോലെ കമല പറഞ്ഞു. ഇളം ചെമ്മപ്പു രാശിയുള്ള ഒരു മറുകില്ലേ? എവിടെ? ദാ ഇവിടെ, ഇടത്തെ മുലയ്ക്ക് താഴെ, ഹൃദയത്തോട് ചേർന്ന്. നിനക്ക് കണ്ണ് കാണില്ലെന്ന് ഇനിയും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല കമല. ജെയിംസ് ആ മറുകിൽ ചുണ്ട് അമർത്തിക്കൊണ്ട് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു, കമല ചിരിച്ചു. പിന്നെ നന്ദൻ പറഞ്ഞു തന്നിരിക്കും അല്ലേ? ജെയിംസ് പരിഹസിച്ചു. നീ അതെങ്കിലും ശരിയായി ഊഹിച്ചു, കമല പറഞ്ഞു. എന്തുകൊണ്ടോ അപ്പോൾ ആദ്യമായി ജെയിംസിന് നന്ദൻ അടുത്തു വന്ന് നിൽക്കുന്നുണ്ടെന്ന് തോന്നി. അയാൾ തണുത്തു. അതുമാത്രമല്ല, എൻ്റെ ശരീരത്തിൻ്റെ ക്ലൈമറ്റ്സ് പോലും അയാൾക്ക് അറിയാമായിരുന്നു. മഴയും മഞ്ഞും ഉഷ്ണവും എല്ലാം. ശരിക്കും ഈ മുലക്കണ്ണുകളിലേക്ക് നോക്കൂ ജെയിംസ്, അതിപ്പോൾ വെറുതെ കറുത്തിരിക്കുകയും അല്ലേ? അതെ അല്ലേ? പിന്നെ എനിക്കിന്നൊരു മൂടില്ല ജെയിംസ്, ഞാൻ പറഞ്ഞില്ലേ, അതാണ്. മൂടുള്ളപ്പോൾ എൻ്റെ മുലക്കണ്ണുകൾക്ക് ചുവന്ന നിറം വരും. കമല ചിരിക്കാൻ തുടങ്ങി. ജെയിംസ് നന്ദൻ്റെ സാമീപ്യം വീണ്ടും സംശയിച്ചു. അദൃശ്യനെങ്കിലും അയാൾക്ക് മുന്നിൽ തോൽക്കുന്നത് പോലെ അയാൾ പകയോടെ അവളെ വലിച്ചടുപ്പിച്ചു. ഒരാക്രമണം പോലെയായിരുന്നു അത്. കമല നിശബ്ദയായി അവളുടെ കരുത്തിൽ അമർന്നു കിടന്നു.
ഒരു തേനീച്ച തലയ്ക്ക് ചുറ്റും മൂളുന്നത് പോലെ അപ്പോൾ അവൾക്ക് തോന്നി. അയാൾ ആർത്തിയടങ്ങി തളർന്ന് ഓരം ചേർന്ന് കിടക്കുന്നത് അവൾ അറിഞ്ഞു. മുഴക്കമുള്ള മൗനം അവളെ ചൂഴ്ന്നു. പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി. 10. ഉണർന്നപ്പോൾ താൻ നഗ്നയാണെന്ന് കമല അറിഞ്ഞു. അവൾ കൈകൾ കൊണ്ട് പരതി വസ്ത്രങ്ങൾ എടുത്തു ധരിച്ചു. പുറത്ത് ബാൽക്കണിയിൽ നിന്നാവണം ജെയിംസിൻ്റെ ശബ്ദം മുഴക്കത്തോടെ കേട്ടു. അയാൾ ഫോണിൽ തർക്കിക്കുകയാണ്. പിന്നെ ധൃതിയിൽ ഇറങ്ങിപ്പോകുന്നതും കേട്ടു. ഉച്ചവരെ അവൾ മുറിക്ക് പുറത്തിറങ്ങിയതേയില്ല. താഴെ നിന്നും ഒരു പെൺകുട്ടി വന്ന് പ്രാതൽ മേശമേൽ വെച്ചിട്ട് പോയി. കമല പ്രാതൽ കഴിച്ചില്ല. ഉച്ചയായപ്പോൾ ജെയിംസ് വന്നു. നീ ഭക്ഷണം കഴിച്ചില്ലേ? അയാൾ ചോദിച്ചു. വിശപ്പ് തോന്നിയില്ല. കുളിക്കാൻ നോക്ക്, ഊണ് കഴിച്ചാൽ നമുക്ക് പോകാം. എവിടേക്ക്? തലക്കാവേരി. അയാൾ പറഞ്ഞു. ആ ടാക്സിക്കാരൻ വരും. വേണ്ട, കമല പറഞ്ഞു. എനിക്ക് സുഖം തോന്നുന്നില്ല. എന്നാൽ വേണ്ട, പോണ്ട. പക്ഷേ വന്ന് ഭക്ഷണം കഴിക്കും. വിശപ്പില്ല, അവൾ ആവർത്തിച്ചു. പനിയുണ്ടോ? ഇല്ല. പിന്നെ 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 ഒന്നുമില്ല. ജസ്റ്റ് ലീവ് മീ അലോൺ. വെറുതെയല്ല നിന്നെ അയാൾ ഡിവോഴ്സ് ചെയ്തത്, ജെയിംസ് ദേഷ്യത്തോടെ പറഞ്ഞു. കമല പിടഞ്ഞു. ആര്? കമല കുതിറി എഴുന്നേറ്റു. ആരാ എന്നെ ഡിവോഴ്സ് ചെയ്തത് ജെയിംസ്? ഹൂ ടോൾ യു ദാറ്റ് റബിഷ്? ഓ, അത് ഞാൻ പറയണോ? നീ എപ്പോഴും മന്ത്രം ചെല്ലുന്നത് പോലെ ആവർത്തിക്കുകയല്ലേ ആ പേര്. അപ്പോൾ കമല കരഞ്ഞു. കുറച്ചു നേരം അവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ജെയിംസ്, നമുക്ക് ഊണ് കഴിക്കാൻ പോകാം, കമല മുഖം തുടച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. അവർ നിശബ്ദരായിരുന്ന് ഭക്ഷണം കഴിച്ചു. ഉച്ച കഴിഞ്ഞ് അവർ ടാക്സിയിൽ മംഗലാപുരത്തേക്ക് തിരിച്ചു. ടാക്സി നിരമുറിയാതെ വരണ്ട ഗ്രാമങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ജെയിംസ്, കമല വിളിച്ചു. ഐ ആം സോറി, ഞാൻ നിന്നോട് മോശമായി പെരുമാറിയോ? ഏയ്, ജെയിംസ് അലസമായി പറഞ്ഞു. എനിക്കറിയാം, പക്ഷേ ചിലതൊന്നും മാറ്റാനാവുന്നില്ല ജെയിംസ്. ആ സ്റ്റീൽ റോഡ് പോലെ അതെപ്പോഴും എനിക്കുള്ളിലുണ്ട്. ഞങ്ങളുടേത് ഒരു വല്ലാത്ത ബന്ധമായിരുന്നു ജെയിംസ്. നീ പറഞ്ഞില്ലേ, മെയ്ഡ് ഫോർ ഈച്ച് അതർ, ദാറ്റ് വാസ് ഇറ്റ്. ബന്ധം മുറിഞ്ഞാലും അതോർത്ത് വിഷമിക്കരുതെന്ന് ഞങ്ങളൊരു രഹസ്യമായ കരാറുണ്ടാക്കിയിരുന്നു. അതാ ഞാൻ നിന്നോടൊപ്പം വന്നത്, യാത്ര ചെയ്തത്. എന്നിട്ടും എന്തോ എനിക്കങ്ങനെയൊന്നും പെരുമാറാനാവുകയില്ലെന്ന് തോന്നുന്നു. ലീവ് ഇറ്റ്, ജെയിംസ് പറഞ്ഞു. നോ, അതല്ല, നീ ചോദിച്ചില്ലേ എന്നിട്ടും അയാൾ എന്നെ ഉപേക്ഷിച്ചു പോയെന്ന്. ഇറ്റ് വാസ് എ സീക്രട്ട്. ഞാൻ അതാരോടും പറഞ്ഞിട്ടില്ല, മാംഗ്ലൂരിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനോട് പോലും. ഐ നെവർ വാണ്ട് എനിബഡി സിമ്പതി. ആളുകൾക്ക് അല്ലെങ്കിൽ തന്നെ സഹതപിക്കാൻ എന്നിൽ ഈ ബ്ലൈൻഡ്നെസ് ഉണ്ട്. ഐ എം ഫെഡ് അപ്പ് വിത്ത് ദാറ്റ്. പിന്നെ ഇനിയൊരു വിധവയുടെ സ്റ്റാറ്റസ് കൂടി വന്നാൽ നോ, ഐ കോണ്ട് സ്റ്റാൻഡ് ഇറ്റ്. കമല, നീ എന്താ പറഞ്ഞത്? വിഡോ? സത്യം, നന്ദൻ ഇസ് നോ മോർ. അതാണ് ഞാനിപ്പോൾ, അതുകൂടിയാണ്. ജെയിംസ് പൊടുന്നനെ അവളുടെ കൈകളിൽ പിടിച്ചു. അപ്പോഴും അയാൾക്ക് വല്ലാതെ തണുത്തു. ചെറിയ കയറ്റിറക്കങ്ങൾ പിന്നിട്ടുകൊണ്ട് വണ്ടി ഒരേ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരുന്നു. ചെറിയൊരു നീരുറവയിൽ നിന്നുമല്ലേ കാവേരി ഉറവയെടുക്കുന്നത്? കമല പതുക്കെ പറഞ്ഞു. അത് പിന്നെ എത്രയെത്ര ഗ്രാമങ്ങളെയും നഗരങ്ങളെയും കൃഷിയിടങ്ങളെയും നനച്ചുകൊണ്ട് ഒഴുകുന്നു. അതൊരു അത്ഭുതം തന്നെയാണ് ജെയിംസ്. പക്ഷേ എൻ്റെ വെറും വാശി, നമുക്ക് തലക്കാവേരിക്ക് പോകാമായിരുന്നു. സാരമില്ല, ജെയിംസ് പറഞ്ഞു. ഇനിയൊരിക്കലാവാമല്ലോ. മുമ്പ് ഞങ്ങൾ പോയപ്പോൾ താഴെ മണ്ഡപത്തിൻ്റെ ഉയർത്തിക്കെട്ടിയ നിലത്ത് കുറേ നേരം ഇരുന്നു. കമല ഓർമ്മിച്ചു. നല്ല കാറ്റുണ്ടായിരുന്നു. ഒരു ചെറിയ പെൺകുട്ടി ഞങ്ങൾക്കൊപ്പം വന്നിരുന്നു. നന്ദൻ അവളുടെ ഫോട്ടോ എടുത്തു. എൻ്റെ മുറിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് ആ ചിത്രം. നീ കണ്ടിട്ടുണ്ടോ? ജെയിംസ് മറുപടി പറഞ്ഞില്ല. 12. ജെയിംസ്, നമ്മുടെ യാത്രയുടെ ചിത്രങ്ങൾ നീ എടുത്തില്ലേ? കമല തിരക്കി. അതിൻ്റെ കാർഡെവിടെ? ക്യാമറയിൽ തന്നെയുണ്ട്, ജെയിംസ് പറഞ്ഞു. മാംഗ്ലൂർ എത്തിയിട്ട് പ്രിൻ്റ് എടുക്കാം. എനിക്കെന്തിനാ പ്രിൻ്റൊക്കെ? ആ കാർഡൊന്ന് കാണിക്കും, ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ. അയാൾ ക്യാമറ എടുത്തു. അതിൽ നിന്നും ഡാറ്റ കാർഡ് ഊരി പുറത്തെടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. കമല അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് കാർഡ് വായിലിട്ട് ചവച്ചു. പിന്നെ ഡോർ താഴ്ത്തി പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു. നിനക്ക് വട്ടുണ്ടോ കമല? ആ എടുത്ത പടങ്ങളൊക്കെ പോയില്ലേ? ജെയിംസ് ഉറക്കെ ചോദിച്ചു. പോട്ടെ, അവൾ നിസ്സാരമായി പറഞ്ഞു. ജെയിംസ് പുറത്തേക്ക് നോക്കി. വണ്ടി ഒരു ചെറിയ പട്ടണത്തോട് അടുക്കുകയാണെന്ന് തോന്നിച്ചു. വാഹനങ്ങളുടെ പെരുപ്പം കൂടിക്കൊണ്ടേയിരുന്നു. 13. ബാസ്റ്റഡ്, ഉറങ്ങുമ്പോൾ നീ എൻ്റെ ചിത്രങ്ങൾ എടുത്തിരുന്നു അല്ലേ? കമല ചോദിച്ചു. യു കോട്ട് മീ നേക്കഡ്. ഞാനത് ഊഹിച്ചു. ജെയിംസ് അവളെ സൂക്ഷിച്ചു നോക്കി. ആ വെളുത്ത കൃഷ്ണമണികൾ, അവയിൽ നിന്നുള്ള വെളിച്ചം, അത് തന്നെ മുറിവേൽപ്പിക്കുമെന്ന് അയാൾ ഭയന്നു. കമല ഉറക്കെ ചിരിച്ചു. യു കോണ്ട് ബ്ലാക്ക് മെയിൽ എ ബ്ലൈൻഡ്. നെവർ. കുരുടിക്ക് നഗ്നത ശരിക്കും മനസ്സിലാണ്. പക്ഷെ എന്നാലും ആ ചിത്രങ്ങൾ നിന്റെ കയ്യിൽ വേണ്ട. അത് ഞാൻ തീരുമാനിച്ചു. ജെയിംസ്, നിനക്ക് അവ സൂക്ഷിക്കാനുള്ള യോഗ്യതയില്ല. യു ആർ ജസ്റ്റ് എ ബിഗ് ബിഗ് ബാസ്റ്റഡ്. ജെയിംസ് കൈകൾ കൊണ്ട് മുഖം തുടച്ചു. പിന്നെ പുറത്തേക്ക് നോക്കി. 14. ഇപ്പോൾ വണ്ടി നഗരത്തിൻ്റെ വൺ വേ ട്രാഫിക്കിലൂടെ നീങ്ങുന്നു. മുന്നിൽ കാറുകളുടെ വലിയ നിര, ഹോണുകൾ, വിരമ്പങ്ങൾ. ഇടയ്ക്കിടെ വണ്ടി നിന്നു. പിന്നെയും പതുക്കെ ഓടി. ഒടുവിൽ കുറച്ചുകൂടി നേരം അങ്ങനെ ഇഴഞ്ഞ് നീങ്ങിയ ശേഷം അതൊരു ട്രാഫിക് സിഗ്നലിന് മുന്നിൽ വന്നു നിന്നു. ജെയിംസ്, ആ സിഗ്നലിലേക്ക് നോക്ക്, കമല പറഞ്ഞു. ജെയിംസ് ആ സിഗ്നലിലേക്ക് നോക്കി. ആ അക്കങ്ങൾ കാണുന്നില്ലേ? വായിക്ക്. ഈ ട്രാഫിക് സിഗ്നലിൽ നമ്മൾ എത്ര നേരം കിടക്കും? ഇനി 84 സെക്കൻഡ് ഉണ്ട്. ചുവന്ന അക്കങ്ങൾ വായിച്ചുകൊണ്ട് ജെയിംസ് പതുക്കെ പറഞ്ഞു.